إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العظيم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശേഷിക്കുന്ന ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കി തരുമാറാകട്ടെ. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും പരിശുദ്ധമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മെയ് മാസത്തിൻ്റെ അവസാനം ആണ് നമ്മൾ നിലവിലുള്ളത്. നമ്മുടെ മക്കൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും അതേ അളവിൽ തന്നെ ഭയപ്പാടുമൊക്കെ ഉള്ള സാഹചര്യമാണ്, സന്ദർഭമാണ് പുതിയ അധ്യയന വർഷം എന്നുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുക എന്നുള്ളത് സന്തോഷവും ഭയപ്പാടുമുള്ള കാര്യമാണ്. സന്തോഷമുണ്ടാകാനുള്ള കാരണം നമ്മുടെ മക്കൾ വിദ്യാലയത്തിലേക്ക് പോകുന്നു, പുതിയ കൂട്ടുകെട്ട്, പുതിയ സുഹൃത്തുക്കൾ അവർക്ക് ലഭിക്കുന്നു, പുതിയ അറിവുകൾ അവർ അതുവഴി കരസ്ഥമാക്കുന്നു. ഇതൊക്കെയും ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ആശങ്കയുണ്ടാക്കുന്ന കാര്യം എന്താണ്? നമുക്കൊക്കെ അറിയാം, ഇന്ന് വിദ്യാലയം കേന്ദ്രീകരിച്ചുകൊണ്ട് മോശമായ സംസ്കാരവും മോശമായ സ്വഭാവങ്ങളുമൊക്കെ നമ്മുടെ മക്കളുടെ കുഞ്ഞു ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി ചില തൽപരകക്ഷികൾ എല്ലാ രംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പോലും മതനിരാസത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ചിന്ത ഇട്ടുകൊടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ദൈവം, എന്തിനാണ് അള്ളാഹു, ഈ പ്രപഞ്ചമൊക്കെ വെറുതെ ഉണ്ടായതല്ലേ, ഇതിന്റെ പിന്നിൽ ഒരു രക്ഷിതാവിന്റെ, ഒരു സൃഷ്ടാവിന്റെ ആവശ്യമുണ്ടോ തുടങ്ങിയ ചിന്തകൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഹൃദയത്തിൽ പോലും നമ്മൾ അറിയാതെ വളർന്നു വരുന്നുണ്ട്. കുട്ടികളുമായിട്ട് അധികം ഇടപഴകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ കുട്ടികളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പല ചോദ്യങ്ങളും നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത യുക്തിവാദത്തിന്റെയും ദൈവനിരാസത്തിന്റെയും ഒക്കെ ചോദ്യങ്ങളാണ്. ഇതൊരു വശത്ത്. മറുവശത്ത് മോശമായ സംസ്കാരം കുട്ടികളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മയക്കുമരുന്നുകൾ, അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗികത, ഇതൊക്കെ ചെറിയ കുട്ടികളുടെ ഹൃദയത്തിൽ പോലും ഇന്ന് നട്ടുവളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി
നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് വിദ്യാഭ്യാസം നേടാനാണ് എന്ന് നമുക്കറിയാം. എന്താണ് വിദ്യാഭ്യാസം എന്ന നിർവചനത്തിൽ പോലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസം എന്ന നിർവചനത്തിൽ പോലും ചില തൽപര കക്ഷികൾ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ജോലി നേടാനുള്ള വഴിയാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. നല്ല ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോലിയാണ്. ഇതാണ് നമ്മുടെ നിർവചനം. നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ മാർക്ക് ലിസ്റ്റിൽ നല്ല മാർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അവരെത്ര പഠിച്ചു എന്നുള്ളതല്ല, അവർക്ക് എത്ര സ്കില്ലുണ്ട്, കഴിവുണ്ട് എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് എത്ര A+ ഉണ്ട്, എത്ര മാർക്ക് ഉണ്ട് എന്നതാണ് നല്ല വിദ്യാഭ്യാസത്തിന്റെ അടയാളം. സത്യത്തിൽ ഇത് വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ തന്നെ നഷ്ടപ്പെടുത്തുന്ന ചിന്താഗതിയാണ്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് ഒന്നാമതായിട്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹു ആരാണ്? ആ അള്ളാഹു നമ്മോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ്? ആ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ നൽകിയ ഗൈഡ് വിശുദ്ധ ഖുർആൻ അത് എന്താണ്? മനുഷ്യന് ജീവിക്കാനുള്ള ജീവിത വ്യവസ്ഥ അഥവാ വിശുദ്ധ ദീനുൽ ഇസ്ലാം അതെന്താണ്? ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം. വിദ്യാഭ്യാസത്തിന്റെ രണ്ടാമത്തെ ഭാഗം മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ വിവരങ്ങൾ കരസ്ഥമാക്കുക, ടെക്നോളജികൾ കണ്ടെത്തുക, അത് മനുഷ്യന്റെ ജീവിതത്തെ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ രണ്ടാമത്തെ ഭാഗം. ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് മനുഷ്യരുടെ ചിന്തയെ മാറ്റി കേവലം മാർക്ക് അധിഷ്ഠിതമായ അല്ലെങ്കിൽ A+ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സംസ്കാരത്തിലേക്ക് നമ്മുടെ സമ്പ്രദായത്തെ കൊണ്ടുപോയപ്പോ കുട്ടികൾ ഇന്ന് A+ന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ 9 A+ കിട്ടി, ഒരു A+ കിട്ടാത്ത ആളുകൾ ഒരു തുണ്ട് കയറിലോ ഒരു തുള്ളി വിഷത്തിലോ ജീവൻ ഒടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയത്തിലേക്ക് നമ്മളും നമ്മുടെ സമൂഹം ഇട്ടുകൊടുത്ത ചിന്ത 10 A+ വാങ്ങിയിട്ടില്ല എങ്കിൽ അത് എന്തോ ഒരു മോശത്തരമാണ് എന്നതാണ്. ഈ രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ മക്കളുടെ ഒക്കെ സംസ്കാരത്തിന് വലിയ മാറ്റമുണ്ടാകും. ഇവിടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ തിരികെ നടക്കേണ്ടത്. നമ്മുടെ വിദ്യാലയത്തിലേക്ക് പോകുന്ന കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് മോൻ മുഴുവൻ A+ വാങ്ങണമെന്നതല്ല, മറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് മോൻക്കൊരു സിട്ടാവുണ്ട്, ആ സിട്ടാവിനെ അറിയുക, ആ സിട്ടാവിന്റെ മതത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുക. ആ സിട്ടാവ് നമുക്ക് ഈ ഭൂമിയിൽ നൽകിയ ജീവിതം അത് മനുഷ്യർക്ക് ഏറ്റവും ഗുണമുള്ളതാക്കി മാറ്റുക. അങ്ങനെ മനുഷ്യർക്ക് ഗുണമുള്ളതാക്കി മാറ്റണമെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നമ്മൾ കരസ്ഥമാക്കണം. പുതിയ ടെക്നോളജികളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. അതടിസ്ഥാനത്തിൽ നമുക്ക് പുതിയൊരു കരിയർ രൂപപ്പെടുത്തിയെടുക്കുക. ഇതായിരിക്കണം വിദ്യാർത്ഥികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ മക്കൾ A+ന് വേണ്ടി മത്സരിക്കൂല, അല്ലെങ്കിൽ മാർക്കിന് വേണ്ടി മത്സരിക്കൂല, മറിച്ച് അവരുടെ ലക്ഷ്യം ഏറ്റവും നല്ല സ്കില്ല് നേടിയെടുക്കുക, ഏറ്റവും നല്ല കഴിവ് നേടിയെടുക്കുക. ആ കഴിവ് ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യർക്ക് ഗുണപ്രദമാകുന്ന രൂപത്തിൽ മാറ്റുക എന്നുള്ളതായിരിക്കും. നമ്മൾ മുമ്പൊരു ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന തൊഴിലിന്റെ നിർവചനവും വ്യത്യസ്തമാണ്. മനുഷ്യർക്ക് സഹായമുള്ളതൊക്കെയും ജോലിയാണ്. പലപ്പോഴും നമ്മുടെ ഭാര്യമാർ വീട്ടുജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അവരോട് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് ജോലിയില്ലാത്തവരാണ് എന്ന്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വീട്ടുജോലിയും ജോലിയാണ്. സാലറി കിട്ടിയാലും കിട്ടുന്നില്ല എങ്കിലും അത് ജോലിയാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മനുഷ്യർക്ക് ഗുണമുള്ളതൊക്കെയും ജോലിയാണ് എന്ന ചിന്ത നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണം. അല്ലാതെ കൂടുതൽ സാലറി കിട്ടുന്നവർ വലിയ ജോലി നേടിയവരാണ്, അവർ വലിയ തസ്തികയിലാണ് എന്ന ചിന്ത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളം അനുഭവിക്കുന്നത് പോലെയുള്ള ജോലി ലഭിക്കാത്ത യുവാക്കളുടെ സാഹചര്യം ഉണ്ടാകും. ഇന്ന് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ജോലിയുടെ ലഭ്യത കുറവൊന്നുമില്ല, മറിച്ച് വൈറ്റ് കോളർ ജോലി കിട്ടണം ആളുകൾക്ക്.
ശരീരമനക്കാത്ത ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലി കിട്ടണം ആളുകൾക്ക്, യുവാക്കൾക്ക്. അതുകൊണ്ടാണ് ഇന്ന് തൊഴിൽ അവസരങ്ങൾ കേരളത്തിൽ കുറവാണ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, മറ്റു സംസ്ഥാനത്തുള്ള എത്രയോ മനുഷ്യരാണ് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വരാൻ കാരണം എന്താണ്? ഇവിടെ തൊഴിൽ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തൊഴിൽ സാധ്യത ഒരിക്കലും കേരളത്തിൽ അസ്തമിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ സാലറിയുള്ള ശരീരമനങ്ങാത്ത ജോലി കിട്ടണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് തൊഴിൽ അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നത്. പറഞ്ഞു വന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൈപിടിച്ച് പറയാറുള്ളത്, മോനെ സ്കൂളിലേക്ക് പോകണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി വാങ്ങണം, എന്നിട്ട് വലിയ വീടുണ്ടാക്കണം. ഇതൊക്കെയാണ് ഒരു രക്ഷിതാവ് മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്നാൽ ഖുർആനും ഹദീസും വായിക്കുന്ന ആളുകൾക്ക് ഒരു കുട്ടിയോട് നമ്മൾ എന്ത് പറയണമെന്ന് വളരെ വ്യക്തമായ ധാരണയുണ്ടാകും. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. വളരെ ദൈർഘ്യമേറിയ ഒരു പേജോളമുള്ള ഉപദേശമാണ്. അത് ചുരുക്കി പറയാം. ഒന്നാമത്തത്, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈ. ഒന്നാമത്തെ ഉപദേശം, മോനെ നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നീ ഓർക്കണം. നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് നിന്റെ മാതാവ്. ഖുർആൻ പറയുകയാണ്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. വേദനയുടെ മേൽ വേദന സഹിച്ചുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ജന്മം നൽകിയത്. അതുപോലെ തന്നെ വഫിസാലുഹു ഫീ ആമൈൻ, 2 വർഷം നിന്നെ മുലയൂട്ടി വളർത്തിയത് ആ മാതാവാണ്. അതുകൊണ്ട് അനിഷ്കുർ ലി വലിവാലിദൈക, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നന്ദിയുള്ള ആളായി തീരണം. അള്ളാഹുവിന് നന്ദിയുള്ളവനാകണം മോനെ. അതുപോലെ തന്നെ നിന്റെ രക്ഷിതാക്കൾക്കും നന്ദിയുള്ളവനാകണം. ഇതാണ് ലുഖ്മാൻ എന്ന് പറയുന്ന പ്രവാചകൻ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മഹാൻ തന്റെ മകന് കൊടുത്ത ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. മനോഹരമായ ഉപദേശമാണ്. മോനെ, നീ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. നമ്മൾ എത്ര രഹസ്യമാക്കി ചെയ്താലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് പുറത്തു കൊണ്ടുവരും. അല്ലാഹു അത് കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് നിനക്ക് രഹസ്യമായ ഒരു ഇടവുമില്ല. നിന്റെ റൂമാകട്ടെ, നീ ഏറ്റവും രഹസ്യമാണ് എന്ന് നീ വിചാരിക്കുന്ന ഏതിടവുമാകട്ടെ, അവിടെയൊന്നും നീ രഹസ്യമായിട്ടല്ല ചെയ്യുന്നത്. നീ ഒറ്റക്കല്ല, മറിച്ച് നിന്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്നാണ് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം. പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, മോനെ നീ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം. നിസ്കരിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞത്, അഖിമിസ് സ്വലാത്ത, നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം. അതിന്റെ സമയത്ത്, അതിന്റെ രൂപത്തിൽ തന്നെ നിർവഹിക്കണം. അതുപോലെ വഅ്മുർ ബിൽ മഅറൂഫ്, കുട്ടിയോട് ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം. അതുപോലെ തന്നെ വൻഹാനിൽ മുൻകർ, തിന്മക്കെതിരെ നീ നിലകൊള്ളണം. ചെറിയ കുട്ടിയോടാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ക്യാമ്പസ് രാഷ്ട്രീയത്തെ ഭയപ്പെട്ടുകൊണ്ട് ക്യാമ്പസിലെ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടരുത് എന്ന് പറയും. സത്യത്തിൽ ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ പോലും ക്രിയാത്മകമായി ഇടപെടണമെന്നാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ്, വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം, തിന്മയ്ക്കെതിരെ നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ പ്രതിരോധം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം പറയുന്നു, വസ്ബിർ അലാ മാ അസ്വാബക്, മോനെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് എന്ത് വന്നാലും നീ ക്ഷമിക്കണം. ക്ഷമയോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി നിലകൊള്ളുവാൻ നിനക്ക് സാധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം പറയുന്നു, വലാ തുസഹിർ ഖദ്ദക ലിന്നാസ്, മനുഷ്യർക്ക് നേരെ അഹങ്കാരത്തോടുകൂടി നിന്റെ മുഖം നീ തിരിച്ചു കളയരുത്.
മനുഷ്യരെ കേൾക്കണം, മനുഷ്യരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം. വലാ തംശി ഫിൽ അർളി മർഹ, അതുപോലെ തന്നെ നീ ഭൂമിയിൽ നടക്കേണ്ടത് വിനയത്തോടു കൂടിയാണ്. എത്ര തന്നെ നീ അറിവ് നേടിയാലും, എത്ര ഉയർന്ന കരിയറിലേക്ക് നീ എത്തിയാലും, വലാ തംശി ഫിൽ അർളി മർഹ, അഹങ്കാരത്തോടു കൂടി ഭൂമിയിൽ നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, തീർച്ചയായും അല്ലാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല. ശേഷം പറയുകയാണ് വഖ്സിദ് ഫീ മശീക, നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. അതുപോലെ വഗ്ദും മിൻ സൗതിക, നിന്റെ ശബ്ദത്തിൽ നീ മിതത്വം പാലിക്കണം. ആളുകളോട് സംസാരിക്കുമ്പോൾ മിതമായ ശബ്ദത്തിൽ സംസാരിക്കണം. അവർക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പ്രവാചകൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണിത്. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ കാലഘട്ടത്തിലെ ചെറിയ കുട്ടികൾക്ക് കൊടുത്ത പല ഉപദേശങ്ങളും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാം റിപ്പബ്ലിക്കിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ല എന്ന് പറയുന്ന സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അദ്ദേഹം പറയുകയാണ്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണിത്. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബയ്യ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ തോളിൽ കൈയിട്ടു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, മോനെ നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വഴിയാത്രക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയോ ആണ്. ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടത് കാലാകാലം ഇവിടെ ജീവിക്കുമെന്ന ചിന്തയിലല്ല, മറിച്ച് ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. പഴയ കാലഘട്ടത്തിലൊക്കെ യാത്രക്കിടയിൽ താമസിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ടെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടെന്റുകളിൽ ആളുകൾ കയറിയിരിക്കും. അങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഒരു കുട്ടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് കാലാകാലം ഇവിടെ ജീവിക്കുമെന്ന ചിന്തയിലല്ല. ഇവിടെ കുറെ സമ്പാദിച്ച് കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കുറെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് ജീവിക്കണമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞു കുട്ടികളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ചിന്ത. മറിച്ച് നീ ഇവിടെ ജീവിക്കേണ്ടത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാം. നമ്മുടെ യഥാർത്ഥമായ ലോകം പരലോകമാണ് എന്ന ചിന്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. അതുപോലെ തന്നെ കഅന്നക ഗരീബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വിദേശിയെ പോലെയാണ്. വിദേശത്തേക്ക് പോകും നമുക്കറിയാം, എങ്ങനെയെങ്കിലും നമ്മുടെ കടം വീട്ടണം, താമസിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു വീടുണ്ടാക്കണം. ഈ ചിന്തയിലാണ് അധിക ആളുകളും വിദേശത്തേക്ക് പോവുക. ഇതുപോലെയാണ് ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. നമ്മുടെ യഥാർത്ഥമായ ജീവിതം പരലോകമാണ്. പരലോകത്തേക്കാണ് നമുക്ക് പോവാനുള്ളത്. ഇവിടെ ആ പരലോകത്തേക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പരലോകത്തേക്ക് പോകണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞു ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്ത ചിന്ത. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയം കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ പരമദരിദ്രരായിട്ട് ജീവിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ജോലി ചെയ്യണം, നിങ്ങൾ സമ്പാദിക്കണം, പക്ഷെ അതൊന്നും യഥാർത്ഥ ലക്ഷ്യത്തിൽ നമ്മുടെ ചിന്തയെ മാറ്റിക്കളയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമ്പന്നരായ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരും ഇന്നത്തെ സമ്പന്നരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് എത്ര കോടിയുണ്ട് എങ്കിലും അള്ളാഹുവിലുള്ള ഓർമ്മ അവരിൽ നഷ്ടപ്പെടുകയില്ല. എത്ര വലിയ ബിസിനസിന്റെ ശൃംഖലയുണ്ട് എങ്കിലും ബാങ്ക് കേട്ടാൽ അവർ പള്ളിയിലേക്ക് വരും, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിക്കും. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. സമ്പന്നനാകണ്ട എന്നോ കൂടുതൽ സമ്പാദിക്കണ്ട എന്നല്ല, മറിച്ച് എത്ര സമ്പന്നത ഉണ്ടായാലും നമ്മൾ അള്ളാഹുവിനെ മറക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആ മകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ഗുലാമു, അല്ലയോ എൻ്റെ മകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, യഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേൾക്കുക. എങ്കിൽ യഹ്ഫദുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും.
നമ്മുടെ കുട്ടികളോട് പറയാൻ സാധിക്കണം, കൃത്യമായിട്ട് നിസ്കരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, എങ്കിൽ നിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരും. നിനക്ക് നല്ല മാർക്ക് വേണോ, നിനക്ക് നല്ല ജോലി വേണോ, നിനക്ക് നല്ല സാലറി വേണോ, അള്ളാഹു പൂർത്തീകരിച്ചു തരും. നമ്മൾ ചെയ്യേണ്ടത് ഇഹ്ഫദില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ശേഷം പറയുന്നു നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിന്റെ മുന്നിൽ നിനക്ക് അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയും. എന്താവശ്യം വന്നാലും അള്ളാഹു ഉടനെ ഇടപെടുന്ന രൂപത്തിലേക്ക് നിന്റെ സാഹചര്യം മാറും. അതുപോലെ നിനക്ക് എന്ത് ചോദിക്കാൻ ആഗ്രഹം വന്നാലും നീ അള്ളാഹുവിനോട് ചോദിക്കുക. മനുഷ്യരിലേക്ക് തിരിയരുത്, വ്യക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ തിരിയരുത്, നീ അള്ളാഹുവിലേക്ക് തിരിയുക. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ അള്ളാഹുവിലേക്ക് സഹായം ചോദിക്കുക. ശേഷം പറയുകയാണ്, വഅലം, മോനെ നീ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിന്നെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എന്ന് നീ വിചാരിക്കുക. പക്ഷേ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു അത് നിനക്ക് നൽകണമെന്ന് വിചാരിച്ചിട്ടില്ല എങ്കിൽ അത് നിനക്ക് ലഭ്യമാവുകയില്ല. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ സംവിധാനങ്ങളും നിനക്ക് ഗുണം ചെയ്യാൻ ഉദ്ദേശിച്ചു, നിനക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ വേണ്ടി ഉദ്ദേശിച്ചു. പക്ഷെ അള്ളാഹു നിന്റെ കൂടെ ഇല്ല എങ്കിൽ നിനക്കത് കിട്ടൂല. ഇനി തിരിച്ച് വീണ്ടും പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിച്ചു, പക്ഷേ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, ആ ഉപദ്രവം അള്ളാഹു ഉദ്ദേശിച്ചില്ല എങ്കിൽ നിന്റെ മേൽ അത് ബാധിക്കുകയില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, നിനക്ക് ജോലി തരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു, എല്ലാ സംവിധാനങ്ങളും. പക്ഷെ അള്ളാഹു നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ നിനക്കത് ലഭ്യമാകും, നിനക്ക് സുന്ദരമായ ജീവിതം ലഭിക്കും എന്ന് കുഞ്ഞു കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, കേവലം ഭൗതികത മാത്രം നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കരുത്. കുറെ മാർക്ക് വാങ്ങണം, കുറെ സമ്പത്തുണ്ടാക്കണം, കുറെ സമ്പാദ്യം ഈ ദുനിയാവിൽ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അടിച്ചു പൊളിക്കണം എന്ന ചിന്ത നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതിന് പകരം അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചറിയുക. നമുക്ക് പരലോകം എന്ന ഒരു കാലാകാലമായ ജീവിതമുണ്ട്, അവിടത്തേക്ക് വേണ്ടി തയ്യാറാവുക. എന്നിട്ട് ഈ ദുനിയാവിൽ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക എന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ചിന്തകൾ ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അള്ളാഹു പരിപൂർണമായി സംരക്ഷിക്കുമാറാകട്ടെ.